ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഓൾറെഡി ഇട്ട കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇനി ഒരിക്കലും കൂടി പറയാട്ടോ. നമ്മൾ ഒരു ചെറിയൊരു ജേർണിയിലായിരുന്നു, മുംബൈ ടു തമിഴ്നാടു. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. കുട്ടി കുട്ടി വിശേഷങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. അപ്പൊ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പൊ ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഏകദേശം മുംബൈയിൽ ഒരു റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്തു. അതൊക്കെയാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇട്ടത്. അപ്പൊ അവിടെ നിന്നുള്ള കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. യെസ്, അപ്പം മെയ് 10 രാവിലെ 4 മണിയാണ് കേട്ടോ. രാവിലെ തന്നെ എണീച്ചു, കാരണം ട്രാഫിക് അധികം ഉണ്ടാവില്ല രാവിലെ, അതുകൊണ്ട് നമ്മൾ നേരത്തെ പോവാന്ന് വെച്ചു. അങ്ങനെ ഇതാ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ലഗേജ് ഒക്കെ വണ്ടിയിൽ സേഫ് ആയിട്ട് കെട്ടിവെച്ചു. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് വാട്ടർ ബോട്ടിലായിട്ട് വന്നിട്ടില്ല. വേണ്ടുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യുകയും ചെയ്യാം കുറച്ച്. എൻ്റെ ഫേസ് ഒക്കെ കണ്ടോ ഗൈസ്, പനി പിടിച്ച് തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പം മുംബൈയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അത്ര വലിയ ജലദോഷം ഉണ്ടായിരുന്നു, ത്രോട്ട് ഇൻഫെക്ഷനും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് പെട്ടെന്ന് പോകുന്നു. പിന്നെ എനിക്ക് കുറച്ച് ദൂരം എത്തിയേരം വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ത്രോട്ടിൽ ഭയങ്കര ഒരു എന്തോ ഒരു ഫീല് ത്രോട്ടിൽ. എന്നിട്ട് വേഗം റൂമിലെത്തിയിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സൂപ്പ് ഓർഡർ ചെയ്തു, എന്നിട്ട് സൂപ്പും കുടിച്ച് പാരസെറ്റമോളും കുടിച്ച് കിടന്നതാണ്. പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് ഈ സമയമാണ് കുറച്ചെങ്കിലും ഉഷാറായത്. എന്നാലും ഞാൻ ഓക്കെ അല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയല്ലേ പറ്റൂന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി. കാരണം റെസ്റ്റ് എടുക്കാൻ നിന്നിട്ടില്ല. റെസ്റ്റ് എടുക്കാൻ നിന്നാൽ ഡിലേ ആവും നമ്മൾ എത്തുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ തന്നെ ഇറങ്ങാൻ കാരണം ട്രാഫിക് കൊണ്ടാണ്. കാരണം ട്രാഫിക് ആയാൽ പിന്നെ നമുക്ക് ഓട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെന്തായാലും മഹാരാഷ്ട്ര അല്ല, എന്തായാലും ട്രാഫിക് ഉണ്ടാവും അവിടെ. അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങി. പക്ഷേ ഇത്ര രാവിലെ ഇറങ്ങിയിട്ടും ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും അല്ലാണ്ട് നമ്മൾ ബൈക്കിൽ ഓട്ടുന്ന സമയത്ത് രാവിലെ ഓട്ടുന്നതായിരിക്കും സുഖം. അപ്പോൾ ഇതാ നേരം വെളുത്തു. സൈഡ് ആകാശമൊക്കെ കാണുമ്പോൾ നല്ല സൺറൈസ് ആയിട്ടുള്ള ആ ഒരു ഭംഗി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളെ മാതിരി തന്നെ ലഗേജൊക്കെ ബാക്കിൽ കെട്ടിയിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് പേരൊക്കെ നമ്മൾ ഓൾ ദ ബെസ്റ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇവിടെ ആ ഫ്രണ്ടിൽ ബൈക്കിൽ പോകുന്ന ചേട്ടനും നമ്മളോട് ബൈ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ ആകാശം നോക്കിയാൽ റെഡ് കളറായിട്ട്. ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും നല്ല ഭംഗിയിൽ ഉള്ള ആകാശമൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ സൂര്യനൊക്കെ ഉദിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് ഈ ഒരു ഗുണമുണ്ട് കേട്ടോ. നല്ല വ്യൂസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ ഗൈസ്, ഒരു സൈഡ് കാണാൻ ഒരു ക്ലൗഡി ഫീലാണ്, പിന്നെ ഇനിയൊരു സൈഡ് കാണാൻ സൺറൈസിന്റെ ആ ഒരു ഫീലും. എൻ്റെ പനിയൊക്കെ കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് ഇതൊക്കെ കണ്ടേരം തന്നെ. പിന്നെ ഞാൻ ഫേസ് മാസ്കും അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്റൊന്നും അധികം തട്ടുന്നുണ്ടായിട്ടില്ല. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത്ര തണുപ്പൊന്നും ഈ സമയം ആകുമ്പോൾ തന്നെ അവിടെ ട്രാഫിക് തുടങ്ങി. പിന്നെ ബൈക്കിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് സൈഡിലൂടെ വേഗം വണ്ടി എടുത്തിട്ട് പോവാം. കാറ് മാതിരി അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് കുറച്ച് ദൂരം കഴിഞ്ഞേരം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത വ്യൂ ആണ് കേട്ടോ ഇത്. ഡീഹൈഡ്രേഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ബാഗ് ഇങ്ങനെ കെട്ടിവെക്കുന്നതിൽ ഒരു നെഗറ്റീവ് എന്താന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഒരു സാധനം എടുക്കാൻ കഴിയില്ല ഗൈസ്. എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ഊരി എന്നിട്ട് വേണം സാധനം എടുത്തിട്ട് വീണ്ടും കെട്ടണം. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഞാൻ ആക്ച്വലി ചായ കുടിക്കാത്ത ഞാനാണ്, പക്ഷെ ആ ട്രാവലിംഗ് ജേർണി മുതൽ ഞാൻ ചായ കുടിക്കൽ ശീലിച്ചു ഗൈസ്. കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടോടെ എന്തെങ്കിലും കുടിക്കണം എന്നായിരുന്നു തോന്നുന്നുണ്ടായേ. അവിടെ ചൂടുവെള്ളം എന്തായാലും കിട്ടൂല. അപ്പോൾ പിന്നെ ചൂടോടെ ചായ എന്ന് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട്
അത് വാങ്ങിച്ചു. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ട് ഞാൻ എന്താ വടാപ്പാവും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ബൈക്കിൻ്റെയും നമ്മുടെയൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നല്ല റെഡിയായി സെറ്റായി ഇറങ്ങിയിട്ടാ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ട്രെയിനും കൂടി കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, സാധാരണ നമ്മൾ ട്രെയിനിലിരിക്കുന്ന സമയത്ത് റോഡും നോക്കിയിട്ടായിരുന്നു വരുന്നുണ്ടായി. ഇപ്പം റോഡിൽ പോകുമ്പോൾ ട്രെയിനും കൂടി കണ്ടു. ട്രെയിനിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല റോഡായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ബ്ലാക്ക് കളറും സൈഡിൽ നിന്ന് റെഡ് കളറൊക്കെ കാണുന്നത് എൻ്റെ കൈയും ഹാൻഡ് കർച്ചീഫൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ട്രാവലിംഗ് സമയത്ത് ഒന്നാമത് എനിക്ക് കാണുന്നുണ്ടായിട്ടില്ല, വെയിലടിച്ചിട്ട് എന്തൊക്കെയാണെന്ന് വീഡിയോ ഞാൻ എടുക്കുന്നതെന്നൊന്നും ക്ലിയർ ഉണ്ടായിട്ടില്ല. അതുമല്ലാണ്ട് റോഡ് നല്ല റോഡായതുകൊണ്ട് സ്പീഡിൽ പോകുന്നതുകൊണ്ടെന്ന് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോൺ നല്ല ടൈറ്റായിട്ട് പിടിക്കുകയും വേണം. അങ്ങനത്തെ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടായതുകൊണ്ട് എന്തൊക്കെ ഷൂട്ട് ചെയ്തു ഒന്നും എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ ഈ ഒരു മല കണ്ടോ, ആ മലേൻ്റെ നടുക്ക് ഒരു കേവ് മാതിരി ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അവിടെ ഒരു കേവ് മാതിരി ഒരു ഗുഹ മാതിരി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്ര കഴിഞ്ഞിട്ടില്ല, മുംബൈ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ആയിട്ടേ ഉള്ളൂ. ആ കാഴ്ച കാണു ഗൈസ് നിങ്ങൾ, മലയൊക്കെ എന്ത് നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ടെന്ന് കണ്ടോ. ഇവിടേക്ക് എത്തുമ്പോൾ മറ്റേ പാട്ടില്ലേ, കണ്ടു മലനിര, അപ്പോൾ ആ പാട്ടൊക്കെ ഇടണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, ഇപ്പം ആ പാട്ടിട്ടാൽ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ പാട്ടിടുന്നില്ല, തൽക്കാലം നിങ്ങൾ മ്യൂസിക് വെച്ച് ഒപ്പിക്കട്ടോ. ഈ സമയം ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ സൂര്യമാമനൊക്കെ ഉദിച്ചു വന്നു കേട്ടാ. നടുക്ക് വന്ന് നിന്ന് നല്ല വെയിലൊക്കെ തരുന്നുണ്ട് നമുക്ക്. വെയിലുണ്ടെങ്കിലും അത്ര വെയിൽ നമുക്ക് തിരിയുന്നുണ്ടായില്ല, കാരണം ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ജാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര വലിയ ഹോട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിട്ടില്ല. പിന്നെ വണ്ടിയിൽ പോകുന്നത് കൊണ്ടുതന്നെ നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് കാറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര വലിയ റിസ്ക്, വെയിലിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് അവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറക്ക്. ഭക്ഷണവും ഹെവി ആയിട്ട് കഴിച്ചിട്ടില്ല, രാവിലെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കുടിക്കുന്നുണ്ട്. എന്നിട്ടും ഈ ഉറക്കം ഒരു രക്ഷയില്ല ഗൈസ്. പോകുന്ന വഴിക്ക് ഉറക്കിങ്ങനെ തൂക്കുമായിരുന്നു. പിന്നെ അതിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല, വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കുറേ സമയം റിലാക്സ് ഒക്കെ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ഇതാ ഒരു അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടി ഷൂട്ട് ചെയ്തു. ഇവിടെ എത്തുമ്പോഴേക്ക് എൻ്റെ പനിയൊക്കെ മാറി, ഞാൻ സെറ്റായിട്ടാ. അതുകൊണ്ട് തന്നെ ഇതാ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് മുന്നോട്ട് വരുമ്പോൾ എന്താ ടണൽ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബൈക്കിൽ ടണലിലോട്ട് പോകുന്നത്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ടണലൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചു, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരിക്കൽ കാറിൽ മുംബൈ ടു കേരള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ടണൽ കിട്ടിയായിരുന്നു. പിന്നെ ഇത് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല ടണലൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ ഒരു ടണൽ കിട്ടി ഗൈസ്, ഒന്നല്ല 2 ടണൽ എന്തോ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ലോങ് ടണലാണ്, ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. ഓട്ടിട്ട് തീരുന്നില്ല ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അഥവാ രാത്രി മറ്റേ ബൈക്കിൽ ഇങ്ങനെ വന്നാലും നമ്മൾ പെട്ടുപോകല്ലോ ഗൈസ്, കാരണം തീരുന്നില്ല ഇത്. എത്രയായിട്ടും മുന്നോട്ട് തീരുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ അവസാനം അങ്ങനെ വെളിച്ചം തെളിഞ്ഞു വന്നു. പിന്നെ ടണലിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ പുറത്ത് വരുമ്പോൾ വീണ്ടും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വെറും മലയാണ് കേട്ടോ, ഹിൽ സ്റ്റേഷനാണ് അവിടെയൊക്കെ. അതുകൊണ്ട് എല്ലാ സൈഡ് നോക്കിയാലും ഏത് സൈഡ് നോക്കിയാലും ഹില്ല് തന്നെയാണ് ഗൈസ് കാണാൻ പറ്റും. കുട്ടിയുടെ പനിയൊക്കെ മാറി, കുട്ടി കുറച്ച് ഉഷാറായാലും നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. യെസ്, അങ്ങനെ നിങ്ങൾ ഇനി കാഴ്ചകൾ മാത്രം കാണണ്ട, എന്നെയും കൂടി കുറച്ച് കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ക്യാമറ പിടിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റായിട്ടാണ് പിടിച്ചത്, കാരണം നല്ല കാറ്റ് വരുന്നുണ്ടായിരുന്നു. കയ്യിൽ നിന്ന് ഫോണിങ്ങനെ ആടി പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിൽക്കുന്നുള്ള രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മുന്നിലെത്തിയത് ഇതെന്തിനാ, ഇതൊരു ചായ കുടിക്കാൻ നിർത്തി. ഞാൻ പറഞ്ഞില്ലേ, ട്രിപ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ ചായ കുടിക്കൽ ശീലിച്ച്.
അപ്പോൾ അവിടെ ഒരു കട കണ്ടേരം ചായ കുടിച്ചേക്കാന്ന് വെച്ചിട്ട് ചായ കുടിക്കാൻ നിർത്തിയതാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഭക്ഷണമൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. മാക്സിമം ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഹെവി ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വീണ്ടും ഉറക്ക് വരും. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു ബോട്ടിൽ വാട്ടറും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങി. എനിക്കില്ലേ ഈ ലോങ് ഡ്രൈവ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ വണ്ടി ഓടിക്കാൻ അറിയില്ല ഗൈസ്. സ്കൂട്ടി അറിയാം, കാറും ബൈക്കും ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ പഠിക്കണം. പക്ഷേ ഇങ്ങനെ ഡ്രൈവ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ക്രേസിലാണ് മുംബൈ ടു തമിഴ്നാട് വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയത്. പിന്നെ അതാ ഒരു നല്ല സ്ഥലം കണ്ടേരം അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് കിടന്ന് ഉറങ്ങുവാണ്. കാരണം ഉറക്കം ഇങ്ങനെ കണ്ണിൽ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ഒരാൾ കിടന്നുറങ്ങുക ഇനി ഒരാൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അടുത്ത ആൾ കിടന്നുറങ്ങുമ്പോൾ ഇനി ഒരാൾ എണീക്കുക, അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷെ എന്താ അറിയില്ല, എനിക്ക് അവിടുന്ന് ഉറക്ക് വന്നിട്ടില്ല. ഡ്രൈവിങ് സമയത്ത് നല്ല ഉറക്കമായിരുന്നു. അവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഉറക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ കുറച്ച് ഉഷാറായിട്ടാകും. ഇപ്പം നമ്മൾ രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ മൊത്തം മലയും അത് മാത്രമേ ഉള്ളൂ. ട്രാവലിങ്ങിൽ മൊത്തം മലപ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ആയിരുന്നു. ഏകദേശം ഗോവ എത്താനായി കേട്ടോ. ഇത് നമ്മുടെ ഫോറസ്റ്റ് റോഡ് മാതിരി ഒരു ചെറിയ റോഡായിരുന്നു കേട്ടോ. മഹാരാഷ്ട്രയിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്ന ആ ബോർഡറിലുള്ള റോഡാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അവിടെ ഇത്ര ചെറിയ റോഡാണ്, അധികം വണ്ടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു നല്ലൊരു മഴ കിട്ടിയിട്ടാ ഗൈസ്. അപ്പം നമ്മൾ മഴയത്ത് എവിടെയോ നിർത്തിയിട്ടൊന്നുമില്ല. ചെറിയ മഴ ആയതുകൊണ്ടെന്ന് ആ മഴയത്തൊന്ന് ഓടിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. ചൂടുന്നൊരു നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ ഈ മഴ. പക്ഷേ കുറച്ച് സമയം മാത്രമേ മഴ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കാറ്റൊക്കെ വന്ന കാരണം നമ്മുടെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഉണങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടുന്ന് വീണ്ടും എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങുവാണ് ഗൈസ്. അവരെല്ലാം ഡ്രൈവ് ചെയ്യുന്നത്, അപ്പം റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ബാക്കിലിരിക്കുന്നതാണല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. പിന്നെ എനിക്ക് ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഉറക്കം തീരെ വരുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ്. പിന്നെ റോഡിൽ പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയെന്നൊക്കെ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മെയിൻ റോഡ് കിട്ടി, ഗോവ എത്തി ഗൈസ്. അപ്പം നമുക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു 11 hours ഡ്രൈവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ടയർഡ്നെസ് ഫീൽ ചെയ്തത്. പിന്നെ അതും അല്ലാണ്ട് വെയിലും കൂടി തട്ടിയേരം നല്ല ടയർഡ്. ഇതൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് നല്ല ഉറക്ക് വന്നത്. പക്ഷേ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. റെസ്റ്റ് എടുത്തിട്ടാണ് വന്നത്. ഇതുവരെ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മൾ ഗോവ എത്തി ഗൈസ്. അപ്പോൾ അതായത് ഗോവയിലെ ആ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. പിന്നെ ഗോവയിൽ നമുക്ക് അറിയുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്തായിരുന്നു സ്റ്റേ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടത്തേക്ക് പോവുകയാണ്, അവരുടെ വീട്ടിലേക്ക്. നമ്മൾ ഭക്ഷണമായിട്ട് ആ രാവിലെ കഴിച്ച വടാപ്പാവ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഭക്ഷണമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. 2-3 ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ വെള്ളവും ജ്യൂസും അങ്ങനെയൊക്കെ ആയിട്ട് ഒപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ അവരെ വീട്ടിലെത്തി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഗൈസ്. അപ്പോഴേക്ക് രാത്രിയായി, ഗോവ എത്തുമ്പോഴത്തേക്ക് രാത്രിയായി. പിന്നെ പോയി കിടന്നുറങ്ങി. അപ്പോൾ വീണ്ടും രാത്രിയായി, എനിക്ക് ചെറുതായിട്ട് പനിച്ചായിരുന്നു. അപ്പോൾ കിടന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ 10 മണി 10:30 അങ്ങനെ ആകുമ്പോൾ നമ്മൾ എണീച്ചു കേട്ടോ. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഈ നട്ടപ്പാതിരക്ക് നമുക്ക് ഗോവ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി. അങ്ങനെ വണ്ടി എടുത്തിട്ട് വീണ്ടും നമ്മൾ രാത്രി 10:30 സമയത്ത് പോവാണ്. ബാഗ ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റ്സ് എന്തുകൊണ്ട് അവിടത്തേക്ക്. നേരത്തെ ഞാൻ ഒരു ബ്രിഡ്ജ് കാണിച്ചിട്ടില്ല, ആ ബ്രിഡ്ജാണ് ഗൈസ് ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഗോവയിൽ വരുന്നത്. ആദ്യം കാർ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായേ, ഇതിപ്പോൾ ബൈക്ക് എടുത്തിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ വന്നേരം അഞ്ജന ബീച്ച് അവിടെയൊക്കെയാണ് പോയത്. ബാഗ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ട് രാത്രി അതും നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ബാഗ ബീച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് കേട്ടോ ഇത്. ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഡ്രസ്സും പിന്നെ ഡ്രീം ക്യാച്ചേഴ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ബാഗ ബീച്ച് എത്തി. വരുന്ന സമയത്ത് ഒരു ബീച്ച് ആ ഒരു എക്സ്പെക്ടേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നേരം അന്തം വിട്ടുപോയി ഗൈസ്. നല്ല ഡെക്കറേഷനും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഗോവ പോകുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ല ബാഗ ബീച്ച്. ഇനി വേറെ ബീച്ചിലൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്നറിയില്ല. നമ്മൾ ലാസ്റ്റ് ടൈം വന്ന അഞ്ജന ബീച്ചിൽ അവിടെ കോവിഡ് ടൈമിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ ഗോവ എക്സ്പെക്ടേഷൻ എന്തോ ആയിരുന്നു. ആ സമയത്ത് വന്നേരം മൊത്തം
മൊത്തം മാറി. ഇതാണോ ഗോവ എന്ന് തോന്നിപ്പോയി. പിന്നെ ഇപ്പോൾ വന്നേരാണ് ശരിക്കുള്ള ഗോവ കാണുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബാഗ ബീച്ച് എൻ്റർ ആയതും ഇതേമാതിരി ലൈറ്റിങ്സും പിന്നെ ഫുൾ ബീച്ചിൻ്റെ സൈഡ് ചെയർസും ഒക്കെ ഇട്ടിട്ട് റെസ്റ്റോ ബാർ അങ്ങനെയുള്ള കുറേ സെറ്റപ്പുകളൊക്കെ ആയിരുന്നു. അവിടെ ബാഗ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ബോർഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ വരെ വന്ന് ഇത്രയും നല്ല സ്ഥലത്ത് ഇരുന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോലും ഓർത്തത്. അപ്പോൾ തിന്ന് കഴിഞ്ഞ പ്ലേറ്റാണ് ഗൈസ് ഈ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വാക്കൊക്കെ ചെയ്തിട്ട് റിട്ടേൺ വീട്ടിലോട്ടേക്ക് പോയിട്ടാ ഗൈസ്. അപ്പോൾ ഏകദേശം ഒരു സമയം രാത്രി 1 മണി 1 മണിയൊക്കെ ആയായിരുന്നു നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഗോവ എയർപോർട്ടും കൂടി കണ്ടു കേട്ടോ. അപ്പോൾ ഇതാണ് എയർപോർട്ട്. നല്ലൊരു വലിയൊരു എയർപോർട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ വീടെത്തി കിടന്നുറങ്ങി. പിന്നെ അടുത്ത ദിവസം രാവിലെ എണീച്ചു. ഗോവയിൽ നിന്ന് നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ടുള്ളൂ വീട്ടിൽ നിന്ന്. അവിടെ ഞാൻ പറഞ്ഞ ഒരു ഫാമിലി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവരൊക്കെ കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അങ്ങനെ രാവിലെ തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ദോശയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇതാണ് ഫാമിലി. അപ്പോൾ ഇവർ യൂട്യൂബിൽ ഇടുമോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് ലഗേജൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടാ. ഇനി നേരെ നാട്ടിലോട്ട് എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ആ ദിവസം നാട്ടിലെത്താൻ പറ്റിയിട്ടില്ല. നടുക്കൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്തു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.